ഇനി നമുക്ക് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ എന്താണെന്ന് നോക്കാം. സോ വാട്ട് ഈസ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക്? എൻറ്റിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ സോഴ്സ് ലൈറ്റ് വെയ്റ്റ് എക്സ്റ്റെൻസിബിൾ ആൻഡ് എ ക്രോസ് പ്ലാറ്റ്ഫോം വെർഷൻ ഓഫ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ഡേറ്റ ആക്സസ് ടെക്നോളജി. അതായത് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാനുള്ള ഒരു ഫ്രെയിംവർക്കാണ് നമ്മൾ ഇതിനെ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് റിലേഷണൽ മാപ്പിംഗ് ഫ്രെയിംവർക്ക്. ഇറ്റ് ഈസ് ആൻ എൻഹാൻസ്മെൻറ്റ് ടു Adobe.NET that gives developers an automated mechanism for accessing and storing the data in the database. ഓക്കെ, ഇത് ആക്ച്വലി Adobe.NETൻ്റെ ഒരു എൻഹാൻസ്മെൻ്റ് ആണ് ഈ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യാനും നമുക്ക് ഇതിനെ വെച്ച് ചെയ്യാൻ പറ്റും. സോ EF Core is intended to be used with .NET Core application. .NET Core application ആണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ EF Core തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ നോർമൽ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ASP.NET Core ഏതൊക്കെ ടൈപ്പുള്ള വെർഷൻസ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ OS എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമുക്ക് പല ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിലും നമുക്ക് ഈ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോർ വെച്ചിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ വെർഷൻ ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ EF Core ഡെവലപ്മെൻറ്റ് അപ്രോച്ചസിൽ നമുക്ക് രണ്ട് ടൈപ്പുള്ള അപ്രോച്ചാണ്. ഒന്ന് കോഡ് ഫസ്റ്റും പിന്നെ അല്ലെങ്കിൽ ഡേറ്റാ ബേസ് ഫസ്റ്റ് എന്ന് പറയാം. കോഡ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ കോഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്ത് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് വഴി നമ്മുടെ എന്ത് ചെയ്യും, ഈ കോഡിനെ നേരെ ഒരു SQL കമാൻഡ് വെച്ചിട്ട് നമ്മുടെ ഡേറ്റാ ബേസിലുള്ള ടേബിൾസിനെ മോഡിഫൈ ചെയ്യും. ഓക്കെ, ഡേറ്റാബേസ് ഫസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഡേറ്റാബേസ് ആയിരിക്കും ഫസ്റ്റ്. അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഡേറ്റാബേസിൽ നോക്കിയിട്ട് നമ്മുടെ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ എൻറ്റിറ്റി ക്ലാസ്സോ അല്ല അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ടേബിളിനെ ഇങ്ങനെ മോഡിഫൈ ചെയ്യും. ഓക്കെ, സോ നമ്മളിവിടെ കൂടുതലും കോഡ് അപ്രോച്ച് ആയിരിക്കും ഇവിടെ ചെയ്യുന്നത്. ഡേറ്റാബേസ് അപ്രോച്ച്, ഡേറ്റാബേസ് ഫസ്റ്റ് നമ്മൾ അധികം യൂസ് ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ EF Core വേഴ്സസ് EF6 അതിനെ പറ്റി കാര്യങ്ങളല്ല ഇതിനകത്ത് പറയുന്നുണ്ട്. EF Coreൻ്റെ ഫീച്ചേഴ്സും കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ DB കോണ്ടെക്സ്റ്റ് ആൻഡ് DB സെറ്റാണ്. അത് നമ്മൾ പ്രോജക്റ്റിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഡേറ്റ മോഡലുണ്ട്, ക്വറിയിങ് യൂസിങ് ലിങ്ക് ടു എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ ഫീച്ചറുണ്ട്, ചേഞ്ച് ട്രാക്കിംഗ് ഉണ്ട്, സേവ് ചേഞ്ചസ് ഉണ്ട്, മൈഗ്രേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ EF Coreൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഏത് രീതിയിലും വേണമെങ്കിലും ചെയ്യാം. ഒന്ന് നിങ്ങൾ വിഷ്വൽ സ്റ്റുഡിയോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ന്യൂഗെറ്റ് പാക്കേജസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ന്യൂഗെറ്റ് പാക്കേജ് എന്ന് പറയുന്നത് അതുവഴി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാക്കേജ് മാനേജർ കൺസോൾ എന്ന് പറയുന്ന പാക്കേജ് മാനേജർ കൺസോൾ ഉണ്ട്. അതിലും വഴി നിങ്ങൾക്ക് കമാൻഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആ വഴിയും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ .NET CLI വെച്ചിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ. സോ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പാക്കേജ് ഇൻസ്റ്റാൾ ഇടാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ നമുക്കിവിടെ വിഷ്വൽ സ്റ്റുഡിയോ ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു ന്യൂഗെറ്റ് പാക്കേജ് എന്ന് പറഞ്ഞ് ന്യൂഗെറ്റ് പാക്കേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മാനേജ് ന്യൂഗെറ്റ് പാക്കേജസ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സാധനമായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും സാധനങ്ങളായിരിക്കും കാണിക്കുന്നത്. ഇതിനകത്ത് കുറേ പാക്കേജസ് ഉണ്ട്. അതെല്ലാം നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് SQLite വേണം. ഓക്കെ, അല്ല നമുക്ക് .SQLite എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ SQLite എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എൻറ്റിറ്റി ഫ്രെയിംവർക്കാണ് നോക്കുന്നത്. ഇതെല്ലാം നോക്കിക്കോണേ. ഈ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് core.SQLite വേണം സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട്. ഇവിടെ നോക്കട്ടെ, SQLite.core SQLite.core എന്നൊക്കെ പറഞ്ഞൊക്കെ ഉണ്ട്. പക്ഷേ മാറിപ്പോകരുത്, നമുക്കിതാണ് വേണ്ടത് .SQLite. ഈ അറിയാതെ പാക്കേജ് മാറി എടുക്കുകയാണെങ്കിൽ അത് വർക്ക് ചെയ്യത്തില്ല. സോ Microsoft.Entity Framework Core.SQLite വേണം സെലക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വെർഷൻ എടുക്കുന്ന ടൈമിൽ. വെർഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഇവർ ഡീഫോൾട്ടായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് ലേറ്റസ്റ്റ് സ്റ്റേബിൾ വെർഷനാണ് നോക്കുന്നത്. 9 ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റിൽ പൊട്ടും. കാരണം ഞാൻ എടുത്ത
വെർഷൻ എന്ന് പറയുന്നത് ടാർഗറ്റ് ഫ്രെയിം വർക്ക് നോക്കിക്കഴിഞ്ഞാൽ .NET 8.0 ആണ്. ഓക്കെ, സോ .NET 8 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ 8ൻ്റെ വെർഷൻ വേണം എടുക്കാനായിട്ട്. ഇവിടെ നമ്മുടെ ലേറ്റസ്റ്റ് ടേബിൾ 9 ആണ്. ഇത് എടുത്തു കഴിഞ്ഞാൽ പൊട്ടും. അപ്പോൾ 8 ആണെങ്കിൽ 8ൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ എടുക്കണം. 8ൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത് ഇതാണ് 8.0.11. ഇതാണ് ലേറ്റസ്റ്റ് വെർഷൻ. ഇതെല്ലാം ഡിസെൻഡിങ്ങിലാണ് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ .NET 7 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 7ൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ എടുക്കണം. 7ൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ 7.0.20 ആണ്. അതുപോലെ നിങ്ങൾ .NET 6 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 6.0.36, അതായത് 6ൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ എടുക്കണം. അപ്പോൾ ഞാനിവിടെ .NET 8 ആയതുകൊണ്ട് ഞാനിവിടെ 8ൻ്റെ ലേറ്റസ്റ്റ് വെർഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് SQLite നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് നമുക്ക് ഒരു ഡിസൈൻ്റെ സാധനം വേണം. വിഷ്വൽ സ്റ്റുഡിയോ ഈസ് അബൌട്ട് ടു മേക്ക് ചേഞ്ചസ് ഇൻ ദ സൊല്യൂഷൻ. അപ്പോൾ അതിങ്ങനെ ഒരു പ്രിവ്യൂ ചേഞ്ചസിൻ്റെ പോപ്പപ്പ് കാണിക്കാൻ നമ്മളിവിടെ അപ്ലൈ എന്ന് പറഞ്ഞ് കൊടുക്കും. എന്നിട്ട് നമ്മളിവിടെ ലൈസൻസ് അക്സെപ്റ്റൻസ് നമ്മളിവിടെ ഐ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഡിപ്പെൻഡൻസീസിൽ നോക്കുമ്പോൾ നമുക്ക് പാക്കേജസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. പാക്കേജസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ കണ്ടോ മൈക്രോസോഫ്റ്റ് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് SQLite ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മൾ ചൂസ് ചെയ്ത വെർഷൻസ് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് എനിക്ക് വേണ്ടത് ഇനി SQLite കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഡിസൈൻ നോക്കാം. ഓക്കെ, ഈ SQLite എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഡീഫോൾട്ട് സാധനമാണ്. അത് നമ്മൾ വേറെ ഒരു എന്താ പറയുക, ഇപ്പോൾ SQL സെർവർ അല്ലെങ്കിൽ പോസ്റ്റ്ഗ്രേ അല്ലെങ്കിൽ MySQL ഈ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അല്ലാതെ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ യൂസർ നെയിം പാസ്വേഡും എടുത്ത് കോൺഫിഗർ എല്ലാം ചെയ്ത് മാത്രമേ നമുക്ക് അതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റൂ. SQLite ആകുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിരിക്കും. സോ നോർമലി നമ്മൾ എന്താണോ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് അതെല്ലാം ഡീഫോൾട്ടായിട്ട് അവിടെ വന്ന് വീണോളും. നമ്മൾ അതിന് പ്രത്യേകം ഒരു സോഫ്റ്റ്വെയറും പ്രത്യേകം ഒരു ആപ്ലിക്കേഷൻ എടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ഡിസൈനാണ്. ഡിസൈനിൽ എടുക്കുമ്പോൾ നമ്മൾ നെയിം ശ്രദ്ധിക്കണം. Microsoft.Entity Framework Core.Design എന്ന് പറഞ്ഞാണ് എടുക്കേണ്ടത്. ഇതിൽ നമ്മൾ വെർഷൻ നോക്കിയെടുക്കാം. വെർഷനെ നമ്മൾ എടുക്കുന്നത് 8 ആണ്. കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് .NET 8 ആണ്. അപ്പോൾ അതിന് 8ൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ വേണം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാക്കേജസ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് DB കോണ്ടെക്സ്റ്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്ലൈ കൊടുക്കുക, ഐ അക്സെപ്റ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് പാക്കേജസ് എല്ലാം ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ Angular.NET കോറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഐറ്റം ഗ്രൂപ്പിനകത്ത് പാക്കേജ് റെഫറൻസ് ഉണ്ടോ? നമ്മുടെ പാക്കേജ് റെഫറൻസ്, അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. SQLite നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിസൈനും എൻറ്റിറ്റി ഫ്രെയിംവർക്ക് കോറിൻ്റെ ഡിസൈനും SQLite നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വെർഷനും ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സേവ് ചെയ്യുക. സേവ് ചെയ്തതിനു ശേഷം നമ്മൾ ഇനി അടുത്തത് DB കോണ്ടെക്സ്റ്റ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.